സുഹൃത്തുക്കളെ, ഞാൻ അൻവർ മജീദ്, എളവള്ളി സൗത്ത്. ഇന്ന് എന്നെ ഫിഷറീസ് വകുപ്പ് സഹായിച്ചു. 1500 മീൻ കുഞ്ഞുങ്ങളെ തന്നു. കട്ല, റോഹു, മൃഗാൾ. ഇപ്പോൾ ഞാൻ പ്രത്യേകമായി ഉണ്ടാക്കിയ പഴുതക്കുളത്തിൽ ഇതിനെ 1 മാസം തീറ്റ കൊടുത്ത് വളർത്തും. 1 മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വലുതാകും. ഇതിൻ്റെ ഈ ഷണ്ടില്ലേ, ഇതിൻ്റെ പിന്നിൽ കാണുന്ന വലിയ കുളത്തിലേക്ക്, നാച്ചുറൽ പോണ്ട്, അതിലേക്ക് വിടും. വലിയ കുളത്തിൽ തീറ്റയുടെ ആവശ്യമില്ല. അതിൽ മുഴുവൻ ചണ്ടിയാണ്. പിന്നെ ആൽഗ ചെടികൾ, അസോള. അപ്പോൾ മീനിന് ഇഷ്ടം പോലെ തിന്നാനുള്ള വക അതിൽ തന്നെ ഉണ്ട്. തൊഴിൽ ഇല്ലാത്ത ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, സർക്കാരിൻ്റെ വലിയ സഹായം നമുക്കുണ്ട്. മീൻ വളർത്തൽ നഷ്ടം അല്ല, ലാഭകരമാണ്. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ കിട്ടും. മീൻ വളർത്തൽ ലാഭകരമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും 1500 കുഞ്ഞുങ്ങൾ സർക്കാർ വെറുതെ ഫ്രീ ആയിട്ട് തരുന്നതാണ് നമുക്ക് വേണ്ടി. അതായത് നമ്മൾ വളർത്തി വിറ്റ് ജീവിക്കുക. 1 മാസം എന്തായാലും ഞാൻ തീറ്റ വാങ്ങി കൊടുക്കും. എന്നാലേ ഇത് 1 മാസം കഴിഞ്ഞാൽ വലുതാകുള്ളൂ. അങ്ങനെ വലുതായിട്ട് വേണം വലിയ കുളത്തിലേക്ക് വിടാൻ. പ്രധാനമായും 3 ഉദ്യോഗസ്ഥന്മാരോട് നന്ദി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ സുബൻ സാർ, പഞ്ചായത്ത് ഞങ്ങളുടെ വാർഡ് മെമ്പർ സനിൽ കുന്നത്തുള്ളി, പിന്നെ എളവള്ളി പഞ്ചായത്ത് കൃഷി ഉദ്യോഗസ്ഥൻ, പേര് എനിക്കറിയില്ല, അദ്ദേഹത്തിനും നന്ദി. തുടർന്നും സർക്കാരിൻ്റെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി. പിന്നെ എന്താകുമെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങൾ വലുതായാൽ നമുക്ക് ജീവിക്കാനുള്ള പണമായി. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. സർക്കാരിൻ്റെ സഹായങ്ങൾ ഒരുപാടുണ്ട്. അത് നമ്മൾ നേടിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അപ്പോൾ നമ്മുടെ സർക്കാർ